రసమైనా ഹലോ. രഘു, ഞാനാ. എന്താ വേണം? നീ എവിടെയാ? കാര്യം പറയേ. നാളെ നീ ഒരു യാത്ര പോണം, ഒരു പേഷ്യന്റിനെയും കൊണ്ട്. പേഷ്യന്റോ? എന്താ കാര്യം? ആരത്? ആളെ നീ അറിയും, വേണു. ഒരു ലോറി ആക്സിഡന്റിൽ അവനെ അങ്ങനെയാക്കിയത് നീയാ. അവനെ ഞാൻ? അവനെയല്ല, അവനോടൊപ്പം ഒരു പെണ്ണുണ്ടാവും, അവന്റെ ഭാര്യ അംബിക. അവരൊരു ട്രീറ്റ്മെന്റിന് പോവുക. ആ കാറിൽ നീയും ഉണ്ടാവണം. തിരികെ കാറ് വരുമ്പോ അവള് ജീവനോട് അതിലുണ്ടാവരുത്. മനസ്സിലായോ? ഒരു പെണ്ണിനെ വേണം. നിന്നെ ഇവിടെ സംരക്ഷിക്കുന്നത് ഞാനാണെങ്കിൽ നീ അത് ചെയ്യണം. അതിന് നിനക്ക് എത്ര വില വേണമെങ്കിലും പറയാം. ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കാം. ശരി. ഓക്കെ. സാരമില്ലടാ, ഒക്കെ ഭേദാവും എന്റെ മോന്. നിന്നെ പോലെ അനങ്ങാൻ പറ്റാത്തവരെ പോലും എഴുന്നേപ്പിച്ച് നടത്തുന്ന ആളാ വൈദ്യര്. ഇപ്പൊ വേണുവേട്ടന് വയ്യാതിരിക്കാണെന്ന് തോന്നുകയില്ല അല്ലേ അമ്മ? അല്ലേലും എന്റെ മോൻ ഗ്ലാമർ അല്ലേ. ഓ, അല്ല, നമ്മൾ ഏത് വണ്ടിയാ അമ്മ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇവിടുത്തെ ടാക്സിയാ. അന്ന് വേണുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വന്നില്ലേ, അവന്റെ വണ്ടിയാ. അമ്മ എല്ലാം എടുത്തു വെച്ചല്ലോ അല്ലേ? നീ എന്തോന്നാ ഈ കിടന്ന് അന്വേഷിക്കുന്നത്? എന്റെ ഫോണ് രാവിലെ ഞാൻ ദാ ഇവിടെ വെച്ചിരുന്നതാ. ദേ, നീ വെപ്രാളം കാണിച്ച് ഓരോന്ന് മറന്നു വെക്കണ്ട. ഹോസ്പിറ്റലിലേക്കുള്ള കടലാസൊക്കെ എടുത്തു വെക്കണം. അതും കൊണ്ട് ചെല്ലണോന്ന് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അമ്മേ. അമ്മേ, അമ്മേ, ഇവക്കെന്ത് അമ്മേ, അമ്മേ, അമ്മേ. എന്താ 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 ഗീതു? അങ്കിളിന് എന്താ പറ്റിയത്? നല്ല പനി. പനി? വാ അമ്മേ, വാ. രാവിലെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്ന ആളാണല്ലോ. ചൂടുമില്ലല്ലോ. അത് ഇപ്പോഴത്തെ വൈറൽ പനിയൊക്കെ ഇങ്ങനെ ആന്റി, ചൂടുണ്ടാവത്തില്ല. ആശുപത്രിയിൽ പോവാമേ. അതാ നല്ലത്. ഞാൻ ടാക്സി വിളിക്കാം. ഗീതു, വേണ്ട അംബികെ, ഇപ്പൊ വേണ്ട. വേണു ഇറങ്ങിയിട്ട് മതി. ആന്റി, വേണുവിനോടൊപ്പം തൽക്കാലം അംബിക പോട്ടെ. അങ്കിളിനെ ഈ അവസ്ഥയിൽ ഇവിടെ ഇട്ടിട്ട് പോയാ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്. ഗീതു പറഞ്ഞതാ ശരി. അച്ഛന്റെ അസുഖം ഭേദമായിട്ട് അമ്മ ഞങ്ങളുടെ അടുത്തേക്ക് വന്നാ മതിയല്ലോ. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? മാഡം. വണ്ടി തിരിച്ചിട്ടേക്കൂ. ശരി.
പുറപ്പെട്ടു കാണുമെന്ന് കരുതി ഓടിപ്പിടിച്ചാ വന്നത്. ഏട്ടൻ എവിടെ എടുത്തി? അങ്കിളിന് നല്ല പനി. ഷോ, നല്ലൊരു ദിവസമായിട്ട് ഏട്ടത്തി എന്താ വല്ലാണ്ടിരിക്കുന്നേ? അമ്മയും വേണുവിനൊപ്പം പോകാനൊരുങ്ങിയതാ, അപ്പോഴാ അങ്കിളിന്. ശരിയാ, അതും കണ്ടോണ്ട് എങ്ങനെയാ മനസമാധാനത്തോടൊരു വഴിക്ക് പോണേ അല്ലേ? ദേ, ഇതിരിക്കട്ടെ, വേണുവിന്റെ ചികിത്സയ്ക്കുള്ളതാ. എന്താ വേണ്ടേന്ന് വെച്ചാ ഒന്ന് അറിയിച്ചാ മതി. പണത്തിന് ഒരു കുറവും ഉണ്ടാവരുത്. വേണ്ട. എന്താ ഏട്ടത്തി? ആവശ്യത്തിനുള്ള പണമൊക്കെ ഇവിടെയുണ്ട്. പിന്നെ അത് തികയാതെ വന്നാ സീതാലക്ഷ്മിയോട് ചോദിച്ചോളാം. പിന്നെ ഇപ്പൊ വേണുവിനെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് വലിയ പണമൊന്നും ആവശ്യമില്ലെന്നാ പറഞ്ഞത്. സാരമില്ല ഏട്ടത്തി, ഇത് കയ്യിലിരുന്നോട്ടെ. എന്റെ പണമെന്ന് വെച്ചാ വേണുവിന്റെയും കൂടി പണമല്ലേ? അത് വേണ്ട സീതാലക്ഷ്മി, ഒരുപാട് പണം കയ്യിലിരുന്നാലേ നല്ലതല്ല. ശോ, വണ്ടി വന്നില്ലല്ലോ അമ്മേ. നേരത്തെ വരണമെന്ന് ഞാൻ ആ പയ്യനോട് പറഞ്ഞതാണല്ലോ. നമുക്ക് വണ്ടി ഉള്ളപ്പോ എന്തിനാ ഏട്ടത്തി ഒരു ടാക്സി? അത്രയ്ക്ക് അന്യൊന്നും അല്ലല്ലോ ഞാൻ. വേണു നമ്മുടെ വണ്ടി പോയാ മതി. ദേ, പണം വേണ്ടെങ്കി വേണ്ട, ഈ ഒരു സ്വാതന്ത്ര്യമെങ്കിലും എനിക്ക് തരണോ ഏട്ടത്തി? ഇനി ഇപ്പൊ സമയം കളയണ്ട, വേഗം ആയിക്കോട്ടെ. പോയിട്ട് വരാമേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. അച്ഛന്റെ പനി കുറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്നോളാം. ഈശ്വരൻ കാത്തോളൂ എന്റെ മക്കളെ. ശരി അമ്മേ. വേണു മോനെ, അവിടെ പറയുന്നൊക്കെ അനുസരിക്കണം കേട്ടോ. ഏട്ടനെവിടെ? മുറിയിലുണ്ടമ്മേ. ഈശ്വര, നീ ചെല്ലടി അമ്പിയെ, വേഗം അങ്ങ് ചെല്ലേ. ജനിച്ച പിന്നെ ഇന്നേ വരെ ഒരു ജലദോഷം പോലും വരാത്ത അരവിന്ദാക്ഷനെ എന്താ എന്താ ഈ നോക്കുന്നേ? നിങ്ങളുടെ അസുഖം മാറിയോ? ആ മാറി. മാറിയിട്ടില്ല, കുറഞ്ഞു. ഇത്ര വേഗോ? അത് ഈ കാലാവസ്ഥയിൽ ഇങ്ങനെ പെട്ടത് വരും, വന്ന പോലെ അങ്ങ് പോകും. അതാ ഇത് കരുതി അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. ഇനി ഇതുപോലെ പനി വന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതുപോലെ സാവിത്രി. അല്ല, ഇതെവിടേക്കാ? ആ ഇപ്പോഴാ ഓർത്തെ, മില്ല് വരെ ഒന്ന് പോണം സാവിത്രി. അവിടെ ലോഡ് വരും. ഞാൻ ചെന്നില്ലേ അവന്മാരാകെ അലമ്പാക്കും. പോയിച്ചു വരാം. സീതാലക്ഷ്മി പോയോ ആവോ?
എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ. എവിടെയെങ്കിലും ഒരു കുഴപ്പം പറ്റിയ നമ്മളൊക്കെ. ദേ പെണ്ണെ, നീ വെറുതെ. ദേ, നമുക്കൊന്നും അറിഞ്ഞൂടാ, മനസ്സിലായല്ലോ? വേണുവിന്റെ നല്ല സമയത്ത് അവനായിട്ട് ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ആ വഴിക്ക് അങ്ങ് പൊയ്ക്കോളും. ഇല്ലെങ്കിൽ ആ വഴിക്ക് തെളിയിക്കാൻ എനിക്കറിയാം. നീ ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ച് നാട്ടുകാരെ അറിയിക്കാതിരുന്നാ മതി. ഒന്ന് ഓർക്കണം, എല്ലാം നിനക്ക് വേണ്ടിയാ. നീ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാനാ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്, മനസ്സിലായല്ലോ? ദേ, ഇനിയാ മറ്റവനുണ്ടല്ലോ, മനോജ്. അവന്റെ കൂട്ടത്തിലെങ്ങാനും കൂടാനാ ഭാവമെങ്കിൽ കൊന്നുകളയും ഞാൻ. ദേ, ഇനിയൊക്കെ നിന്റെ മിടുക്കുപോലിരിക്കും. അംബികയെ ഒഴിവാക്കി തരാമെന്നേ ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടുള്ളൂ. അവളുടെ കാര്യം ഇന്നത്തോടെ തീരുമാനമാവും. ഇനി ഈ വീട്ടിൽ നല്ല കുട്ടിയായി വേണുവിനോടൊപ്പം കഴിയേണ്ടത് നീയാ. എന്താടി? നമ്മൾ പറഞ്ഞതൊക്കെ സാവിത്രി ആന്റി കേട്ടു എന്നാ തോന്നണേ. എവിടെ? ദേ, അവിടെ നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് പേടിയാവുന്നു. ഏട്ടത്തി അറിഞ്ഞ ആകെ കുഴപ്പമോ? അമ്മ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അംബികയുടെ ഫോണെന്താ ഇവിടെ? ഇതെന്തോ ചതിക്കുള്ള പുറപ്പാടാണല്ലോ. ശരിയാവും. പ്രതീക്ഷയില്ല വേണുവേട്ടന്. സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. എന്റെ വേണുവേട്ടൻ പഴയതുപോലെ എഴുന്നേറ്റ് നടക്കും, സംസാരിക്കും. എനിക്ക് ഉറപ്പുണ്ട്. എന്തിനാ വിഷമിക്കുന്നേ? ഒരു വിരല് പോലും അനക്കാനാവില്ലെന്നല്ലേ എന്ന് ഡോക്ടർമാര് പറഞ്ഞത്. ഇപ്പൊ അതൊക്കെ മാറി ഇത്രയൊക്കെ ആയില്ലേ വേണുവേട്ടാ? പ്രതീക്ഷ ഒട്ടും കളയരുത്. നമ്മുടെ പ്രാർത്ഥന ഈശ്വരന്മാരെ കേൾക്കും. എല്ലാ വയ്യായികകളും മാറി നമുക്കൊരു ജീവിതം ഉണ്ടാവും. എനിക്ക് ഉറപ്പുണ്ട്. ഈ ചികിത്സ കഴിഞ്ഞ് വരുമ്പോ നമുക്ക് മോളുടെ അടുത്തൊന്ന് പോണം. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല അവൾക്ക്. ഡോക്ടർ പറഞ്ഞു ഇനി അവളെ നമ്മുടെ കൂടെ കൊണ്ടുപോയിക്കോളാൻ. അവളെ പിരിയുന്ന വിഷമത്തിലാ പാവൻ ഡോക്ടർ. നമുക്ക് ജീവിക്കണം വേണുവേട്ടാ. എല്ലാ വേദനകളും മറന്ന് ഒരു ആപത്തിനെയും ഭയക്കാതെ നമുക്ക് ജീവിക്കണം. ഞാനുണ്ട് ഇവിടെ.
വണ്ടി നിർത്തിയേ? അയ്യോ, നിങ്ങൾ എന്താ ഈ കാട്ടുന്നേ? ഡ്രൈവർ, ഇയാൾ ആരാ? ഡ്രൈവർ, വണ്ടി നിർത്ത്. വെറുതെ അലമ്പുണ്ടാക്കല്ലേ സഹോദരി. ഞാനൊരു ലിഫ്റ്റ് ചോദിച്ച് കയറിയതാ. ആരോട് ചോദിച്ചിട്ടാണ്? ഡ്രൈവർ, വണ്ടി നിർത്താനാ പറഞ്ഞേ. വന്ന് കേറിപ്പോയില്ലേ, ഇനി സ്ഥലം എത്തിയിട്ട് ഇറങ്ങാം. പെങ്ങക്ക് എന്നെ അറിയില്ലെന്നേ ഉള്ളൂ, സാറിന് എന്നെ അറിയാം. ഇല്ലേ വേണു സാറേ? കണ്ടോ, സാറിന് എന്നെ മനസ്സിലായി. ഞങ്ങള് ഫ്രണ്ട്സാന്നേ. അയ്യോ വേണുട്ടാ, എന്താ വേണുട്ടാ? ഡ്രൈവർ, വേണുട്ടാ, എന്താ പറ്റിയത്? പ്ലീസ് കാർ ഒന്ന് നിർത്ത്. വേണുട്ടാ, ഏയ്, ഇതെന്താ ഒരു വോൾട്ടേജ് ഇല്ലാത്ത ചിരി? താനിങ്ങനെ എപ്പോഴും ആ മുറി തന്നെ കുത്തിരിക്കണ്ടെന്ന് വിചാരിച്ച ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞേ. ഇതിപ്പോ താനിവിടെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുക. ഇതാരാ? ഹലോ, ആരാ? ഹലോ, സിദ്ധാർത്ഥനല്ലേ? അതെ, ഇതാരാ? ഞാൻ സാവിത്രി അമ്മേ മോനെ, വേണുവിന്റെ അമ്മ. ആ, എന്താ അമ്മേ? ആ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞേ? തോട്ടുവ ധന്വന്തിരി ക്ഷേത്രം. ആ, എന്താ സിദ്ധു, എന്താ ഉണ്ടായേ? അംബികയ്ക്കും വേണുവിനും ഒരാപത്ത് വരും പോലെ. സാവിത്രിയമ്മ വിളിച്ചത്. ഹരിയേട്ടൻ അറിയിക്കണം. അംബിക ഇപ്പൊ എവിടെയുണ്ട്? തോട്ടുവ ധന്വന്തിരി ക്ഷേത്രം. എന്താ പറ്റിയത്? പ്ലീസ് കാർ ഒന്ന് നിർത്ത്. രണ്ടിനെ ചവിട്ടി പുറത്തിറങ്ങി ഞാൻ. നേരെ വണ്ടി ഓടിക്കാം. അയ്യോ, വഴി തെറ്റി. കറക്റ്റായ വഴിയിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. ലെഫ്റ്റ്. ഹരിയേട്ടാ. ഹലോ, SP ഹരിശങ്കർ ഹിയർ. യെസ്, ആ വെഹിക്കിൾ നമ്പർ പാസ് ചെയ്തേക്ക്. KL 01AS 6965. ഒരു ആപ്പിൾ റെഡ് കളർ ടവേര. ഏത് സാഹചര്യത്തിലായാലും ഈ വാഹനം ബ്ലോക്ക് ചെയ്യണം. ആ സ്ഥലത്തിന്റെ പേരെന്താന്ന് പറഞ്ഞു? അത് ആദ്യ ധന്വന്തിരി ക്ഷേത്രം. ആ സ്ഥലപ്പേര് പറയും. ലാൻഡ് നെയിം തോട്ടുവ. ജോൺസൺ, തോട്ടുവ എന്ന ആ സ്ഥലത്തിന്റെ പേര്. പെരുമ്പാവൂർ ഡിവിഷനിലെ ഒരു റൂറൽ ഏരിയ. ആദ്യ ധന്വന്തിരി ക്ഷേത്രം. ഫോറസ്റ്റ് ഏരിയ. ഓക്കെ. എന്തെങ്കിലും മറ്റു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ, ശരി.